ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾക്കാർക്കെങ്കിലും ശാരദാമ്മയെ കൊണ്ട് മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ പറ്റുമോ? എങ്കിലേ ആ വഴി നോക്ക്. കാരണം ശാരദാമ്മ പങ്കെടുത്ത ജയവും ശാരദാമ്മയ്ക്ക് തന്നെ ആയിരിക്കും. രാഘവേട്ടാ, ഇതൊന്ന് വാങ്ങിച്ചേ. നമുക്ക് ഇത്രയും വലിയൊരു തുക ഇതുവരെ ഈ ബിസിനസ് നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോ ഇത് കൈപ്പറ്റേണ്ട കടമയും രാഘവേട്ടന് തന്നെയാ. അതിപ്പോ ഭാമേ, ഞാൻ വാങ്ങിക്ക രാഘവേട്ടാ. പരിശുദ്ധം കറി മസാലയുടെ കോമ്പറ്റീഷന്റെ പ്രൈസ് മണി 10 ലക്ഷം. ഒത്തുപിടിച്ച അത് നമ്മുടെ വീടിന്റെ അലമാരയിൽ ഇരിക്കും. ആ 10. നൂറ് പറഞ്ഞ സത്യമാ. ഈ വീടിന് അങ്ങനെ ഒരു രാശി ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ താമസിച്ച് എന്ത് ചെയ്താലും വിജയം തന്നെയാ. അതെനിക്ക് അനുഭവത്തിൽ വന്നപ്പോഴാണ് മനസ്സിലായത്. ഈ ലോറി ബിസിനസ് ഒന്നും ഇല്ലാതിരുന്നപ്പോ എന്റെ ബാപ്പച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് ഞങ്ങൾ താമസിച്ചിരുന്നത് വേറൊരു വീട്ടിലായിരുന്നു. പിന്നെ ഉപ്പുപ്പ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു. ഈ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ രക്ഷപ്പെട്ടത്. അപ്പോ ഞങ്ങൾ ഈ വീടിന്റെ ഐശ്വര്യം കൊണ്ട് രക്ഷപ്പെടുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും രക്ഷപ്പെടുവച്ചാ. ചിലപ്പോ നമ്മുടെ ആ നഷ്ടപ്പെട്ട വീട് വരെ ഇവിടെ നിന്നുകൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റും. ആണോ? സത്യമാണോ മോള് പറയുന്നേ? പിന്നല്ലാതെ. മോളുടെ നാക്ക് പൊന്നായിരിക്കട്ടെ. അത് തിരിച്ചെടുക്കാൻ കഴിയില്ലെങ്കിലും പറയുന്ന കേട്ടപ്പോ മനസ്സിന് വരാത്തൊരു സുഖം, ഒരു സന്തോഷം. ആ പിന്നെ പരിശുദ്ധം കറി മസാലയുടെ കോമ്പറ്റീഷന് മത്സരിക്കുന്നത് ആരൊക്കെയാണെന്ന് അറിയണ്ടേ? സുസ്മിത, പിന്നെ മല്ലിക. സുസ്മിത അവള് ബഹളത്തിന് വരുന്നതാ, അല്ലാതെ മത്സരിക്കാനൊന്നും വരുന്നതല്ല. അല്ല, ഇനിയുണ്ടല്ലോ ഒരാളും കൂടി. അതാരാ? പിന്നെ കുടുംബശ്രീ ശാരദാമ്മ. ശാരദയോ? ആരുണ്ടെങ്കിൽ എന്താ സത്യാമേ, നമ്മൾ ജയിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മൾ എടുക്കുന്ന കഷ്ടപ്പാടിന് നമുക്ക് കൂലി കിട്ടിയിരിക്കും. അപ്പൊ ശാരദ ഒരുങ്ങി ഇറങ്ങിയിരിക്കും എന്നെ തോൽപ്പിക്കാനായിട്ട്. അതൊന്നും കാര്യാക്കണ്ട. ശാരദാമ്മ എന്തൊക്കെ ചെയ്യോ അതിനപ്പുറം നമുക്ക് ചെയ്യാം. ഞങ്ങളെല്ലാം ഒരേ കളരിയല്ലേ സത്യാമേ? ധൈര്യമായിട്ടിരിക്കെ. നിങ്ങൾക്കാർക്കെങ്കിലും ശാരദാമ്മയെ കൊണ്ട് മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ പറ്റുമോ? എങ്കിലേ ആ വഴി നോക്ക്. കാരണം ശാരദാമ്മ പങ്കെടുത്ത ജയവും ശാരദാമ്മയ്ക്ക് തന്നെ ആയിരിക്കും. പ്രവചനങ്ങളല്ല മത്സരത്തെ ജയിപ്പിക്കുന്നത്, പ്രയത്നമാണ്. ഈ മത്സരം നമ്മളെ സംബന്ധിച്ച് ജയിച്ചേ ഒക്കൂ, അല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ജയിക്കും, ഉറപ്പാ. അങ്ങനെയല്ല. എത്ര പ്രാവശ്യം പറഞ്ഞു തരണം പപ്പി, അതങ്ങനെയല്ല ചെയ്യണ്ടേ. ദേ ഇങ്ങനെ നോക്കിക്കോ. അമ്മേ
ഞങ്ങളെ സാറ് പഠിപ്പിച്ചിരിക്കുന്ന എങ്ങനെയാ? എങ്ങനെ? ദേ ഇങ്ങനെ കണ്ടോ? അമ്മയ്ക്ക് അറിയാനിട്ടാ. അത് ശരി. ഇപ്പൊ പഠിപ്പിക്കാൻ വന്നത് അബദ്ധമായല്ലേ? ആ ഇവിടെ എന്താ എന്തൊക്കെയാ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നേ? അച്ഛാ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സ്കൂളിൽ ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ട്. ഓ, അതിനാണോ ഇവിടെ കിടന്ന് തുള്ളി മറിക്കുന്നേ? ഇവിടെ ആരും ഒന്നും പഠിക്കണ്ട. അച്ഛാ, ഇപ്പൊ സത്യം ഞാനും ഉണ്ട് ഡാൻസിന്. പഠിച്ചില്ലെങ്കിൽ നന്നായിട്ട് കളിക്കാനൊന്നും പറ്റില്ല. ഇവിടെ ഒരു പരിപാടിയും വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. ആട്ടങ്ങി ഒതുങ്ങി നിന്നോണം. എനിക്കിപ്പോ ഈ ഒച്ചയും ബഹളം കേൾക്കുന്നതന്നെ ഭ്രാന്ത. എന്നു മുതലാ ഞങ്ങളെ കാണുന്നത്, ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഭ്രാന്തായി തോന്നി തുടങ്ങിയത്? നീ എന്നെന്റെ ജീവിതത്തിലേക്ക് വന്ന് കയറിയോ അന്ന് മുതൽ എന്റെ കഷ്ടകാലമാ. പിന്നെ ഞാൻ നിന്നെ സഹിക്കുന്ന എന്തിനാണെന്ന് അറിയോ? എന്റെ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാ. അതിനുവേണ്ടി മാത്രമാ. എനിക്കല്ലേലും അറിയാം നിങ്ങളുടെ മനസ്സിൽ ഞാനും എന്റെ ഈ കുഞ്ഞും ഇല്ലെന്ന്. പക്ഷേ നിങ്ങൾ ഒരിക്കൽ മനസ്സിലാക്കും, നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരൊറ്റ ഉപഗ്രഹങ്ങളും ഉണ്ടാവില്ലെന്ന്. അവരൊക്കെ അവരുടെ പാടി നോക്കി പൊടിയും തട്ടി പോകുമ്പോ ഒരു കൈസഹായത്തിനിതേ ഞാനും എന്റെ ഈ മോളും മാത്രമേ കാണൂ. പക്ഷെ അത് നിങ്ങൾ അറിഞ്ഞു വരുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതം തീർന്നിട്ടുണ്ടാവും. അത്രയ്ക്ക് നരകിച്ച് തീരാനാ നിങ്ങളിപ്പൊ ഇത്രയും ദുഷ്ടത്തരം കാണിക്കുന്ന തന്നെ. ആ ദാ വന്നിട്ടുണ്ട്. ചെന്ന് അവർക്ക് കീ കൊടുത്ത് ആടാൻ പറ്റുന്ന പാവയായിട്ട് ചെന്ന് നിന്നു കൊടുക്ക്. തന്നെ അവര് കൊന്നു കുഴിച്ചു മൂടി അതിന്റെ മുകളിൽ ഒരു തുളസി തറയും വയ്ക്കുന്നത് വരെ താൻ ഇങ്ങനെ അവര് പറയുന്നതും കേട്ട് നടക്ക്. ദേ വിളിക്കുന്ന രക്ഷകര്. ചെന്ന് തല നീട്ടിക്കൊടുക്ക്. അവര് കേറി ഇരിക്കട്ടെ. എടി, ഇവിടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യും. ഇഷ്ടമുള്ളവരുടെ കൂടെ കൂട്ടുകൂടുകയും ചെയ്യും. കേട്ടോടി? ഇവിടെ നിക്കണം, നിന്ന് പോണെന്നൊക്കെ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ശബ്ദം ഉയർത്താതെ അടങ്ങി ഒതുങ്ങി നിന്നോണം. കേട്ടോടി? ഞാനിനി ഇവിടെ ഡാൻസ് ഒന്നും കളിക്കില്ല. ഒരു മത്സരത്തിനും പങ്കെടുക്കുകയില്ല. എന്തോ നാടാ ഇത്? എന്തുവാടാ ഇത്? ഈ അടി ഇടി ഒഴിഞ്ഞിട്ട് നേരമില്ലെന്ന് പറയുന്ന പോലെ നിനക്ക് ഇത് തന്നെയാണോ പണി? വേണം കുറച്ചൊക്കെ, ഒന്നും കൂടുതലാകരുത്. ചൊറിയാൻ വന്നവൻ എന്ത് ചെയ്യണം? ചില നേരത്തെ നിയന്ത്രണം വിട്ടുപോകും ഇവളുടെയൊക്കെ വായിരിക്കുന്ന കേൾക്കുമ്പോ. ലോകത്തെ അതാ ഞാൻ പറഞ്ഞത്, ഒന്നും കൂടുതലാവരുതെന്ന്. വെള്ളം അടിക്കാൻ തുടങ്ങിയ പിന്നെ നിന്റെ ശ്രദ്ധ മുഴുവൻ അതില. അതുപോലെ വഴക്കുണ്ടാക്കാൻ നോക്കിയാൽ നീ 24 മണിക്കൂർ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്തോന്നാ ഇത്? എടാ, നമ്മൾ തന്നെ നിയന്ത്രിച്ചു തുടങ്ങുമ്പോഴേ നമുക്ക് നമ്മുടേതായ ഒരു ജീവിതം തിരിച്ചു പിടിച്ചെന്ന് പറയാനാകും. ഇനിയിപ്പോ നീ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുകയാണ് ലോകത്തെ.